നമ്മുടെ രാധയും അതുപോലെ തന്നെ ശിവാജി ഗണേശനുള്ള സീനിൽ രാധ ഇങ്ങനെ ആ മീൻ ഇങ്ങനെ കടിച്ചു വലിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ആ ശിവാജി ഗണേശൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് കാണണം കേട്ടോ. അന്ന് മുതലാണ് ഈ മീൻ ഭയങ്കര ഫേമസ് ആയെന്നാണ് പറയുന്നത്. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആചാരം ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിരുന്നു. അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. ക്ഷമാം ജ്യൂസ് നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കാറില്ലേ എന്നായിരിക്കും പലരും ചോദിക്കുന്നത്. അങ്ങനെ അല്ല, നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചേ പറ്റൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ടേസ്റ്റ് പിടികിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ആകാംക്ഷയിലാണ്. ഈ പരുത്തിപ്പാൽ എങ്ങനെ ഇരിക്കും, ഈ പരുത്തിപ്പാൽ കുടിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഉള്ള ആകാംക്ഷയിലാണ് കേട്ടോ. യെസ്, നമ്മൾ മധുരയിലാണുള്ളത്. മധുരയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അടുത്തതായിട്ട് ഞാനിവിടെ പോകുന്നത് മധുരയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ടെമ്പിളിലേക്കാണ് കേട്ടോ. ഈ ടെമ്പിളിനെ കുറിച്ച് നിങ്ങൾ ആരും കേട്ട് കാണത്തില്ല. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആചാരം ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിരുന്നു. അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ അതൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരു ആചാരം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ എന്താണ് ആ ഒരു പ്രത്യേകത, ഏത് ടെമ്പിളിലേക്കാണ് എന്നൊക്കെ അറിയാനായിട്ട് ഇതേ കാത്തിരിക്കുക. നമ്മളിപ്പോൾ ഉള്ളത് മധുരയിലെ പെരിയാർ ബസ് സ്റ്റാൻഡിലാണ്. അതായത് മധുരയിലെ വലിയൊരു ബസ് സ്റ്റാൻഡാണിത്. ഈ പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1, 2, 3, 4 എന്നീ പ്ലാറ്റ്ഫോമുകളിലാണ് നമുക്ക് അവിടേക്ക് പോകാനായിട്ടുള്ള ബസ് വരുന്നത്. അതായത് ആ ബസ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 32 ആണ്. 32 ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് അവിടേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ 32 ബസ്സിൽ കയറിയിട്ട് ആ ടെമ്പിളിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മളിതേ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ബസ്സിലങ്ങനെ അധികം യാത്രക്കാരൊന്നും ഇല്ല, കുറച്ച് പേരൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബസ് കാലിയാണ്. എനിക്ക് തോന്നുന്നു ഇനി ആൾക്കാർ വന്ന് ഫില്ലാവുമായിരിക്കും. അങ്ങനെ നമുക്ക് പോകുന്ന സ്ഥലത്തേക്ക് 16 രൂപയുടെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അറൗണ്ട് നമുക്കൊരു 22 കിലോമീറ്റേഴ്സ് ഉണ്ട് മധുര നിന്ന്. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് മടപ്പുറം എന്നാണ് കേട്ടോ. മടപ്പുറം. എപ്പോഴും ബസ് എടുക്കാം, അടിക്കടി ബസ് എടുക്കാം. അടിക്കടി ബസ് എടുക്കാം. 1 ഹവറിൽ ഗ്യാപ്പിൽ എടുക്കാം. ഹാഫ് ആൻ അവറിൽ ഇരിക്കും ബസ് എടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 45 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു കേട്ടോ. നമ്മുടെ മടപ്പുറത്ത് എത്തി. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന യാത്രികർ മുഴുവനും ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. இது எதுக்குங்க இது வந்து உள்ளே போட்டுருக்கா? அம்மாவுக்கு. ஓ இவ்வளோ 108 பழம் அம்மாவுக்கு. பாதம்படியே இருக்கும். எனக்கு 108 பழம். 108 பழம். பழம் அம்மாவு கழுத்துலேருந்து பாதம் முடிய இருக்கும். ஓ பெருசாக போடும். பெருசுனா கழுத்தில் போடுவாங்க, சிறுசுனா கையில் போடுவாங்க, பாதத்தில் போடுவாங்க. ஓ சிறுசுனா கையிலையும் போடும், പാദത്തിൽ പോടും. പെരുസുന അമ്മ ഫുള്ളാக പോടുവാங்க. ആക്ച്വലി നമ്മൾ ഈ കാണുന്ന ഹാരങ്ങളെന്ന് പറയുന്നത് അത് പല ടൈപ്പാണ്. അതായത് ഫുള്ള് വലിയ വിഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ കഴുത്തിലിടാനാണ് 100 നാരങ്ങ വെച്ചിട്ടുള്ള ആ ഹാരം എന്ന് പറഞ്ഞത്. അതുപോലെ കയ്യിലിടാൻ, കാലിലിടാൻ അതൊക്കെ ചെറുതാണ് കേട്ടോ. അതാണ് ഇവിടെ കിടക്കുന്നത്. യെസ്, അപ്പോൾ നമ്മളങ്ങനെ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രം എന്ന് പറയുന്നത്. ആക്ച്വലി മധുര മീനാക്ഷി കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ഗോഡെന്നാണ് ഇവിടത്തുകാരെ വിശ്വസിച്ച് പോരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭക്തരൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി പോരാടുന്ന ദൈവം എന്നാണ് അറിയപ്പെടുന്നത്. വർഷങ്ങൾക്കൊക്കെ മുന്നേ, കാലഘട്ടങ്ങൾക്കൊക്കെ മുന്നേ ഈ ക്ഷേത്രത്തിൽ ഭക്തർ വന്നിരുന്നത്, ഇപ്പോഴും വരുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പ്രത്യേക നേർച്ചയുണ്ട്. വണക്കங்க. வணக்கம். எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? நல்லா இருக்கேன், நல்லா இருக்கேன். இங்கே வந்து ஏதோ ஒரு கோயின் வெட்டி போடுறது பார்த்துருக்கேன். அந்த காயின் எதுக்கு வெட்டுறாங்கன்னு கேட்டிங்கனாக்கா வேண்டுதல். அதாவது வேண்டுதல் நடக்கும், நிறையா நடந்திருக்கு, நடந்துக்கிட்டே இருக்குது. நமக்கு கடன் பிரச்சனை, கொடுத்தவங்க தரலை, வீட்டில் குடும்பத்துலேயும் சில பிரச்சனைலாம் நிறையா இருக்கும். அந்த பிரச்சனைக்கு அதுக்கான தீர்வு இந்த காசை வெட்டி போட்டால் நிச்சயமாக கிடைக்கும். உண்மையான முறையில் வெட்டி போடணும் நம்ம. അപ്പോൾ വർഷങ്ങൾക്കൊക്കെ മുന്നേ നമുക്കറിയാം ഇത്തരം ഗ്രാമപ്രദേശങ്ങളിലൊന്നും കോടതിയോ പോലീസോ ഇങ്ങനെയുള്ള സംരംഭങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നീതിയും അതുപോലെ തന്നെ ന്യായമൊക്കെ ലഭിക്കാനായിട്ട് കോവിലുകളെയും അല്ലെങ്കിൽ നാട്ടുകൂട്ടങ്ങളെയൊക്കെയാണ് ആശ്രയിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോവിലായിരുന്നു ഇത്. അതായത് ഇപ്പോൾ 2 കൂട്ടർ തമ്മിലുള്ള തർക്കങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ തന്നെ പറ്റിച്ചിട്ട് പോവുക, ചതിക്കുക, കാശ് കടം മേടിച്ചിട്ട് തിരികെ കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രക്രിയകളൊക്കെ നടക്കുമ്പോൾ അന്ന് തിരിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാനുള്ള കെൽപ്പില്ലാത്തവരെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് അവർക്കെതിരെ ഒരു നേർച്ച നേരും. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആ ഒരു വഴിപാടാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇന്നും ഈ നാട്ടിൽ അങ്ങനെ ഒരു വഴിപാട് തുടർന്നു പോകുന്നു എന്നുള്ളതാണ്.
അതായത് നാണയമില്ലേ, നമ്മുടെ കാശ് ഇവിടെ കൊണ്ടുവന്ന് വെട്ടി മുറിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതത്തിൽ തന്നെ വളരെ വിരളമായ അല്ലെങ്കിൽ എങ്ങും നടക്കാതിരിക്കുന്ന ഒരു വഴിപാടാണിത്. അതായത് അന്നത്തെ കാലത്ത് നാണയം കൊണ്ടുവന്ന് വെട്ടി മുറിച്ചിട്ട് ഈ സമ്പന്നന് തക്ക ശിക്ഷ ലഭിക്കണേ അല്ലെങ്കിൽ എൻ്റെ കാശ് തിരിച്ച് കിട്ടണേ എന്നുള്ള വഴിപാട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ നാണയം വെട്ടി മുറിക്കുമെന്നാണ്. അത് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഇന്നും അത് നടന്നു പോരുന്നു എന്നുള്ളതാണ്. ആ വെട്ടിമുറിച്ച കഷ്ണങ്ങളാണ് ദേ ഇവിടെ കിടക്കുന്നത്. നമ്മുടെ കോയിനുകൾ വെട്ടിമുറിച്ച പീസുകളാണ് ദേ ഇവിടെ ചുറ്റും കാണാൻ കഴിയുന്നത്. എന്തായാലും വളരെ വിചിത്രമായ ഒരു ആചാരം തന്നെയാണ് ഇവിടെ ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ആചാരം അല്ലെങ്കിൽ ഈ ഒരു വഴിപാട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ തന്നെ വന്നത് കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് മധുരയിലേക്ക് പോവുകയാണ് കേട്ടോ. ഷെയർ ഓട്ടോയിലാണ് പോകുന്നത്. അടിപൊളി യാത്ര, ഒരു രക്ഷയില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുന്നു പറഞ്ഞാൽ മധുര മീനാക്ഷി തൊഴുതിട്ടിറങ്ങുമ്പോൾ നല്ല വെള്ളം ദാഹം വരും കേട്ടോ. കാരണം അത്യാവശ്യമൊക്കെ ചൂടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അത് ഇവിടെ നല്ല കിടിലൻ ഷമാം ജ്യൂസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അതാണ് ശ്രീ മീനാക്ഷി കൂൾ ഡ്രിങ്ക്സ്. മധുര മീനാക്ഷിയെ കാണാൻ എപ്പോൾ വന്നാലും ദേ ഇവിടെ കയറി ഷമാം ജ്യൂസ് കുടിച്ചു. അമ്മാതിരി അട്ടാറ് ടേസ്റ്റാണ് ഇവിടുത്തെ ഷമാമിന് കേട്ടോ. ഷമാം ജ്യൂസ് നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കാറില്ലേ എന്നായിരിക്കും പലരും ചോദിക്കുന്നത്. അങ്ങനെ അല്ല, നിങ്ങൾ ഇവിടുന്ന് കഴിച്ചേ പറ്റൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ടേസ്റ്റ് പിടികിട്ടുന്നത്. ഇതിപ്പോൾ ഒന്നാമത്തല്ല കേട്ടോ, രണ്ടാമത്തതാണ്. ആദ്യം കുടിച്ചിട്ട് അങ്ങോട്ട് മതിയായില്ല. അങ്ങനെ രണ്ടാമത്തെ ഓർഡർ ചെയ്ത് വീണ്ടും കുടിക്കുകയാണ്. ചേട്ടാ, അവിടെ നിന്നൊക്കെ ഒരുപാട് ഷമാമൊക്കെ കുടിക്കുന്നല്ലേ, എങ്ങനെയുണ്ട് ഇത്? അവിടുത്തെ സമാമെല്ലാം കുടിച്ച് നമ്മൾ തേഞ്ഞെന്ന് വേണം പറയാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റിയിൽ, മധുര പോലത്തെ സിറ്റിയിലാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ മായമില്ലാതെ പക്ക സാധനം. ഇതിനകത്ത് വെള്ളം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. നല്ല ക്ഷമം, നല്ല പഴുത്ത ക്ഷമം. അത് ഈ കളറിൽ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ട്രിവാൻഡ്രത്ത് കിട്ടുമോ എന്നുള്ളത് ഒന്നും ആലോചിച്ചാൽ ഭയങ്കര സൂപ്പറാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ഫീലാണ്. ഇത് രണ്ടാമത്തെയാണ് നമ്മൾ കഴിക്കണമെന്ന് ആലോചിച്ചു. നമ്മൾ മധുരയിൽ വന്ന് ഈ ടേസ്റ്റ് ചെയ്തപ്പോൾ മുതൽ നേരത്തെ പ്രവീൺ ചേട്ടൻ പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത് കേട്ടോ. അതായത് ഒന്നിലും ഇവിടെ മായമില്ല. എന്ത് സാധനമാണെങ്കിലും നമ്മൾ കഴിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അതിവിടെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കുള്ള ഷമാമാണ് ദേ ഇരിക്കുന്നത്. ഇതൊക്കെ വന്ന് കുടിച്ച് തീർത്തോ? ഓക്കെ, യെസ്. അടുത്തതായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് എവിടെ കഴിക്കാൻ പോകാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. മധുരയിൽ വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഉണ്ട്. അതായത് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫിഷ്, ഫ്രഷ് വാട്ടർ ഫിഷാണ്. അതിന് ഏകദേശം 1 kgക്ക് 2500 rupees വരും എന്നുള്ളതാണ് കേട്ടോ. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര ടേസ്റ്റി ആണെന്നുള്ളതാണ്. ആ മീനിൻ്റെ പേരാണ് ഐരം മീൻ. ഐരം മീൻ കുളമ്പ് മധുരയിൽ വന്നാൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പഴയ ശിവാജി ഗണേശൻ്റെ ഒരു പടമുണ്ട്, മുതൽ മര്യാദ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ നമ്മുടെ രാധയും അതുപോലെ തന്നെ ശിവാജി ഗണേശനുള്ള സീനിൽ രാധ ഇങ്ങനെ ആ മീൻ ഇങ്ങനെ കടിച്ചു വലിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ആ ശിവാജി ഗണേശൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് കാണണം കേട്ടോ. അന്ന് മുതലാണ് ഈ മീൻ ഭയങ്കര ഫേമസ് ആയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മധുരയിൽ വന്നാൽ ഐരം മീൻ കുളമ്പ് കൂട്ടാതെ പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നമ്മളിന്ന് പോകുന്നതെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട്, അതായത് ട്രഡീഷണലായിട്ട് ആ ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഷോപ്പുണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ശാരദ മെസ് എന്നാണ്. അപ്പോൾ ആ ശാരദ മെസ്സ് നമ്മുടെ മീനാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് ഈ ഐരം മീൻ എന്താണ്, അതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. ഓക്കെ, ஹாய் வணக்கம் சார், எப்படி இருக்கீங்க? வணக்கம் சார். வணக்கம் சார், நல்லா இருக்கும் சார். நல்லா இருக்குது. ஓகே, இங்கே வந்து தான் ஃபஸ்ட்டு ஐரம் மீன் இன்ட்ரடியூஸ் பண்ணி வச்சது? ஆமாம் சார், ஃபஸ்ட்டு இன்ட்ரடியூஸ் பண்ணி வச்சது நம்ம தான். கிட்டத்தட்ட 53 வருஷம் ஆச்சு நம்ம கடை ஓப்பன் பண்ணி. ஓகே, அன்னைக்கு வந்து அந்த கடை ஓப்பன் பண்ணும்போது இது இருக்கா? ஆமாம், ஸ்டார்டிங்கிலேருந்து நம்ம இங்கே இதே இடத்துல தான் இருக்கோம். ஐரம் மீன் தான் ஃபேமஸ் நமக்கு. ஓஹோ, சரி சரி சரி. ஐரம் மீன்னா அன்னைக்கு வந்து அவ்வளோ போகாதுன்னு நான் கேள்விப்பட்டிருக்கேன். ஆமாம், ஐரம் மீன் வந்து வந்து யாரும் சாப்பிட மாட்டாங்க. அது வந்து குப்பை மீன் தான் சொல்லுவாங்க. மீன் பிடிக்கும் போதே அந்த கெளுத்தி விரால் பிடிக்கும்போது அந்த ஐரத்துக்கு வெளியே தூக்கி போட்டுருவாங்க. குப்பை மீன் தான் சொல்லுவாங்க. அதை நம்ம வந்து மேக்ஸிமம் போகாது. மதுரை சைடு மட்டும்தான் சாப்பிடுவாங்க. மித்த ஊர் சைடு யாரும் சாப்பிட மாட்டாங்க. ஃபெமிலியர் ஆக்கினது மதுரை தான். நம்ம கடை தான். சரி சரி சரி.
அதுக்கு அன்னைக்கு வந்து எம்ஜிஆர் எல்லாம் வந்து ஆமாம், கலைஞருக்கு எம்ஜிஆருக்குலாம் இங்கேருந்து தான் ஃபுட்டு போவோம். கலைஞர் ஐயா வரும்போது சர்க்கிட் ஹவுஸ்க்கு நம்ம இங்கேருந்து 1000 கொடுத்து விடுவோம். ஓஹோ, சரி சரி சரி. அப்பாவும் கலைஞர் ஐயாவும் ரொம்ப ஃப்ரெண்டு, அதனால ஆமாம் 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 1000 இங்கேருந்து தான் போகும். ഓക്കെ. അതായത് അന്നത്തെ കാലത്ത് എം ജി ആറിനാണെങ്കിലും കലൈഞ്ചറിനാണെങ്കിലും ഇവിടെ നിന്നാണ് ഐരമീൻ പാഴ്സൽ പൊയ്ക്കൊണ്ടിരുന്നതെന്നാണ് കേട്ടോ. ഇത് வந்து உங்களோட அம்மா ஃபர்ஸ்ட் வீட்டில் சமைச்சதா இல்லை? ஃபஸ்ட்டு அம்மாவோட சமைச்சது தான் அந்த மீன் குழம்பு தயாரித்து அதை மாஸ்டருக்கு சொல்லி கொடுத்து அதுக்கப்புறம் தான் நம்ம அப்படியே கெயின் இது பண்ணி கொண்டு வந்தது. அம்மாவுடைய ப்ரிப்பரேஷன் தான் ஃபஸ்ட்டு ப்ரிப்பரேஷன் தான். அது வந்து அந்த மிக்ஸு. ஆமாம், தேங்காய் எல்லாமே மிக்ஸ் பண்ணி பண்ணுறது வந்துன்னா புளி எல்லாமே ஊற்றி பண்ணுறதுனால அதுக்கு நல்லாயிருக்கும் குழம்பு. தேங்காய் பால் ஊற்றி பண்ணுறது. தேங்காய் பால் எடுத்து ஊற்றி பண்ணுவாங்க. உங்களோட பேர் வந்து ഹംസരാജൻ. ഹംസരാജൻ. നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നെത്തോലി ഇല്ലേ, നെത്തോലിയുടെ ഒരു വെറൈറ്റി സാധനം. പക്ഷേ ഇത് ഫ്രഷ് വാട്ടർ ഫിഷ്. ഫ്രഷ് വാട്ടറിൽ தான் இருக்கும். அது ഉപ്പ് തണ്ണി പോട്ടാൽ ഉടനെ സെത്ത് പോകും. ഓ അപ്പടി. ഓക്കെ ഓക്കെ. അതായത് ശുദ്ധജലത്തിൽ മാത്രമേ, ഫ്രഷ് വാട്ടറിൽ മാത്രമേ ഇത് ഇരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഉപ്പ് തണ്ണിയിലൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഇത് ചത്തുപോകും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്തരം ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ്. നിങ്ങളൊക്കെ അപ്പോൾ മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐരമീൻ എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെയൊക്കെ നാട്ടിലെ നെത്തോലിയുടെ ഒരു ചെറിയ രൂപം. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ഐരമീൻ ഇല്ല. അതായത് എല്ലാ ദിവസവും ഐരമീൻ കിട്ടത്തില്ല, അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ കിട്ടാനും പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഐരമീൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കൊതിയായി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വന്നിട്ട് ഐരമീൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്കിവിടെ പറഞ്ഞൊരു എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, പുള്ളിയെ വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി. ഇതാണ് ഐരമീൻ്റെ ഒറിജിൻ. അതായത് ഇവിടെ നിന്നാണ് ഐരമീൻ കുളമ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് മധുരയിൽ പല ഹോട്ടലുകളിലുണ്ടെങ്കിലും ഒരു ഹിസ്റ്ററി കിടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോയ്സ് മാത്രം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഓക്കെ. അതെ, വിശന്നിട്ട് വയ്യ, ഒന്നും ആലോചിച്ചില്ല, നേരെ അടുത്ത സ്പോട്ട് പിടിച്ചു. ഇതാണ് ചന്ദ്രൻ മെസ്സ്. ചന്ദ്രൻ മെസ്സിൽ നല്ല അടിപൊളി ഊണ് കിട്ടുമെന്ന് പറഞ്ഞു. കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കണ്ടപ്പോൾ തന്നെ സന്തോഷം. വാഴയിലയിലാണ് ഊണ് നൽകുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുള്ള. എവിടെയും നമുക്ക് പച്ചപ്പ് ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ 2 ബോളാണ് കൊണ്ടുവച്ചത് കേട്ടോ. ആക്ച്വലി ഇത് മട്ടൺ ബോളാണ്. ഫസ്റ്റ് നമ്മുടെയൊക്കെ നാട്ടിൽ ഉപ്പേരിയൊക്കെ കൊണ്ടുവയ്ക്കുന്ന പോലെ ഇവിടെ മട്ടൺ ബോൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദേ നമുക്ക് ചോറിൻ്റെ കൂടെ ചിക്കൻ കുളമ്പാണ് തന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നൈസായിട്ടുണ്ട്. ചിക്കൻ കുളമ്പ് അടിപൊളിയായിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധനം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വരുമ്പോൾ ചിക്കൻ കുളമ്പ്, മട്ടൻ കുളമ്പ് ഇതൊക്കെയാണ് ഒഴിക്കാൻ തരുന്നത്. അതുപോലെ ഇവിടെയും ചിക്കൻ കുളമ്പാണ് ഒഴിക്കാൻ തന്നിരിക്കുന്നത്. അത് കൂട്ടി നൈസായിട്ട് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാടൻ കോഴി റോസ്റ്റാണ് കേട്ടോ. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. വാവ്, ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ. ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്, ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നതെന്ന് പറയാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. അതായത് ഞണ്ട് ഓംലെറ്റ് ആണിത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വാവ്, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റും എന്തൊക്കെ സാധനങ്ങളുണ്ട് ഓംലെറ്റ് അടിക്കുക എന്നുള്ളതാണല്ലേ. എന്തായാലും ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് മക്കളെ. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ഞണ്ട് ഓംലെറ്റ് ടേസ്റ്റ് ചെയ്തോ. അപ്പോൾ ചന്ദ്രൻ മെസ്സിൽ വന്നാൽ ചോദിച്ച് വാങ്ങേണ്ട ഐറ്റം ഏതാണ്? ഞണ്ട് ഓംലെറ്റ്. ഓക്കെ. ഉങ്ങളുടെ പേര് ഈ പുള്ളിക്കാരനാണ് നമ്മളെ ഇത്രയും കഴിപ്പിച്ചത് കേട്ടോ. ഭയങ്കര സ്നേഹത്തോടെ മര്യാദയോട് കൂടി വിളമ്പുന്ന ഒരു സപ്ലയറെ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ബാക്കി നമ്മൾ ചില ഹോട്ടലിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ട് എറിയുക ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ന് വേണമെങ്കിൽ കഴിച്ചിട്ട് പോകും എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. പുള്ളിക്കാരൻ വളരെ സൗമ്യമായിട്ട് നല്ല രീതിയിൽ കഴിക്കണം എന്ന മനസ്സോടുകൂടി നമ്മളെ കഴിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും നല്ല ഫുഡാണെങ്കിൽ എൻ്റെ ഇല നോക്കിയാൽ മതി കേട്ടോ. അത് ഇവിടെ ഇല ക്ലീനാണ്. ഇനി ഒന്നും പറയണ്ടല്ലോ, അടിപൊളി ഫുഡായിരുന്നു. യൂട്യൂബർ சேனல் நேம் வந்து சபரி த டிராவலர். சேனல் பார்க்கணுமா? ஓ, இது பார்க்க வந்துருக்குங்களா? படித்து இந்த பைக் வாங்கண்டையா? படித்து என்ன ஆகணும் உங்களுக்கு? கலெக்டரா? அடேங்க அப்பா, வேற லெவலுக்கு போயிடுச்சு. உங்களுக்கு? போலீஸ். நீங்கள்? மிலிட்ரி. நீங்கள்? நானும் கலெக்டரா? இங்கேருந்து 2 கலெக்டரா மதுரைக்கு? நீங்கள் படித்து என்ன ஆகணும்னு ஆசை? நானும் கலெக்டர். ஓ, இங்கே மொத்தம் கலெக்டர்ஸ் தானா?
அப்போ நான் வந்து ஒரு 20 இயர்ஸ்க்கு அப்புறம் வரேன். நீங்கள் அப்போ கலெக்டர் ஆகிடுங்க. என்னோட பேர் சபரி, ஞாபகம் வச்சுக்கோ. കുറച്ച് ഞാവൽ കണ്ടപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു നിന്നതാട്ടോ. നമ്മുടെ നാട്ടിലേക്കാളും വില കുറവുണ്ട്. ഇവിടെ 1/4 കിലോ 50 രൂപയുള്ളൂ. ഞാൻ ഈ അടുത്ത് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചപ്പോൾ 1/4 കിലോ 90 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് വില കുറവുണ്ട്. പിന്നെ നല്ല നാടൻ ഞാവലുമാണ്. ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ഒരു വെറൈറ്റി സംഭവം കുടിക്കാനാണ് കേട്ടോ. അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ സാധാരണ കുടിക്കുന്നത് പശുവും പാൽ, ആട്ടും പാലൊക്കെയാണല്ലേ. എന്നാൽ മധുരയിലുള്ള ആൾക്കാർ കുടിക്കുന്നത് പരുത്തിപ്പാലാണത്രേ. എന്താണ് ഈ പരുത്തിപ്പാൽ? സംശയിക്കേണ്ട, നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സല്ലേ, ഈ ഡ്രസ്സൊക്കെ കോട്ടൺ വെച്ചിട്ടാണ് തുന്നുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ കോട്ടൺ കിട്ടുന്ന പരുത്തിക്കുരു വെച്ച് ഉണ്ടാക്കുന്ന ഒരു പാലാണ് പരുത്തിപ്പാലെന്ന് കേട്ടോ. ഈ പരുത്തിപ്പാൽ കുടിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ആകാംക്ഷയിലാണ്. ഈ പരുത്തിപ്പാൽ എങ്ങനെ ഇരിക്കും, ഈ പരുത്തിപ്പാൽ കുടിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഉള്ള ആകാംക്ഷയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്നതെന്ന് പറയുന്നത് മധുരയുടെ ഓത്തൻറ്റിക് ആയിട്ടുള്ള പരുത്തിപ്പാൽ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ്. അവിടെ പോയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം അത് എങ്ങനെ ഇരിക്കണമെന്ന് അറിയണമല്ലോ. കാമോൺ. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മധുരയിൽ ഇതേ വൈൻഡ് അപ്പ് ചെയ്യാറായപ്പോൾ മധുരയുടെ ഓത്തൻറ്റിക് പരുത്തിപ്പാൽ കുടിക്കാനായിട്ടാണ് ഇത് എത്തിയിരിക്കുന്നത്. അതൊന്ന് കുടിച്ചു നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കങ്ങോട്ട് പിടികിട്ടണില്ല കേട്ടോ. കരിപ്പോട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അതിമരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ഏലക്കയുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിസിനൽ ഡ്രിങ്ക് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മധുരക്കാരുടെ ഒരു ഫേവറേറ്റ് സാധനമാണ് ഈ പരുത്തിപ്പാലെന്നുള്ളത്. എന്തായാലും നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പരുത്തിയിൽ നിന്നുണ്ടാക്കുമ്പോൾ നമ്മൾ ആരും സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല ആ പരുത്തിക്ക് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. பருத்தி விதையை இப்போ நாளைக்கு செய்கிறோம்னா நாங்கள் இன்றைக்கே ஊற வச்சுருவோம். இன்றைக்கே ஊற வச்சு நாளைக்கு வந்து நாங்கள் ஆட்டி சாறு எடுத்து அதோட இதை விதைப்பால், பருத்தி விதைப்பால்னு இருக்கும், அதை நம்ம நல்லா காய வச்சு கொதிக்க வச்சு அதில் பச்சரிசி மாவு, கருப்பட்டி பாகு, சுக்கு, ஏலக்காய், சித்திரத்தை, திப்புளி, அதிமதுரம், அது போக தேங்காய் எல்லாமே உடல் நலத்துக்கு எந்த ஒரு தீங்கு விளைவிக்காத ஒரே ஒரு உற்சாகமான நம்ம பருத்திப்பால் தான். அதுவும் மதுரை பருத்திப்பால். இந்த கடைக்கு கிட்டத்தட்ட 3 தலைமுறையாக நம்ம இருக்கோம். அதாவது எங்கள் தாத்தா கருப்பையாக தான் ஆரம்பித்தாப்புல மதுரைக்கே முத. அதுக்கப்புறம் எங்கள் அப்பா பார்த்துக்கிட்டு இருக்காரு. எங்கள் அப்பாவுக்கு அப்புறம் இப்போ தலைமுறையாக இப்போ நான் 3ஆவது தலைமுறையாக இப்போ நான் பார்த்துக்கிட்டு இருக்கேன். நான் ஈவினிங் கரெக்டாக 5 மணிலேருந்து நைட்டு 11 மணி வரை இருப்பேன். இவர் தான் டிஎம்எஸ் சவுந்தரராஜன். டிஎம்எஸ் சவுந்தரராஜன், எம்ஜிஆர் சிவாஜி சாங்ஸ் இவர் தான். இங்கே தான் அவருடைய சொந்த ஊர். இதுதான் അവരുടെ സ്വന്തം ഊരാ? ഓക്കെ. നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴേ ബാക്കിലൊരു സ്റ്റാച്ചു കണ്ടപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് അത് വേറെ ആരുമല്ല, TN സൗന്ദരരാജ് ആണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു ആണ് നിൽക്കുന്നത്. അദ്ദേഹം പിറന്ന സ്ഥലമാണിത്, അദ്ദേഹം ജനിച്ച സ്ഥലമാണിതെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ TN സൗന്ദരരാജിൻ്റെ സ്റ്റാച്ചുവിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ കട എന്ന് പറയുന്നത്. ഇത് അണ്ണനും തമ്പിയുമാണ് ഈ ഷോപ്പ് നടത്തുന്നത് കേട്ടോ. നമ്മളിന്ന് തിരക്കി വന്ന് സാധാരണ സോഷ്യൽ മീഡിയയിലെ സ്റ്റാർ എന്ന് പറയുന്നത് ചേട്ടനാണ്. പുള്ളിയുടെ കടയിൽ നിന്ന് അടച്ചിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ തൊട്ടടുത്ത് വേറൊരു കട, ഭയങ്കര ക്രൗഡ് ഇവിടെ. അങ്ങനെയാണ് നമ്മളിവിടെ എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നത്. സോ അപ്പോൾ അത് പരുത്തിപ്പാൽ എടുത്തിരിക്കുകയാണ്. നിങ്ങൾ മധുരയിൽ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ പരുത്തിപ്പാലെന്ന് പറയുന്നത്. ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചായയും കോഫിയൊക്കെ കുടിക്കുന്നതിന് പകരം ഈ ഒരു സാധനത്തിൻ്റെ റെസിപ്പിയൊക്കെ അറിയാമായിരുന്നെങ്കിൽ വീട്ടിൽ ഇതുണ്ടാക്കി രാവിലെയും വൈകുന്നേരം കുടിച്ചാൽ മതിയായിരുന്നു കേട്ടോ. ഹെൽത്തിന് ഒരു പ്രശ്നമില്ല, നല്ല മെഡിസിനൽ സാധനമാണ്, അടിപൊളി സംഭവമായി മാറിയത്. കേട്ടോ അതെ, നമ്മളെ വീട്ടിലെ നമ്മളെ മക്കളുടെ റിയൽ ഹീറോ അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് എപ്പോഴും അച്ഛന്മാരായിരിക്കും കേട്ടോ. അപ്പോൾ ഈ അച്ഛനൊക്കെ എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും അവർ എക്സ്പെക്റ്റ് ചെയ്യും. ചിലപ്പോൾ ചോദിക്കത്തില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു മോന് സൈക്കിളുണ്ടല്ലോ, ആ സൈക്കിളിൽ വെക്കാൻ ഒരു സാധനം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലം കൊണ്ട് ഞാനിത് ആഗ്രഹിക്കുന്നതാണ്. പണ്ട് KSRTC ബസ് കയറുമ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമാണ്. ആ സാധനം എന്തേ ഇഷ്ടപ്പെട്ട് ഇതങ്ങ് ഊരിയെടുത്തു. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഇതൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഒരു കാശ് വന്നാൽ മതി, ഞാനങ്ങ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നൈസായിട്ട് ഇതങ്ങ് ഊരിയെടുത്തു. ഇനി കൊണ്ടത് അവൻ്റെ സൈക്കിളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതേപോലത്തെ അവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ചേട്ടാ പോട്ടമാ, കിളമ്പട്ടുമാ. ഓക്കെ, താങ്ക് യു.
സരി മറുപടി സന്ധിക്കലാം. എന്തായാലും ഒരു അടിപൊളി സീരീസ് ആയിരുന്നു മധുര സീരീസ് എന്നുള്ളത്. നിങ്ങൾ പല മധുര വീഡിയോകളും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളും ആചാരങ്ങളും അല്ലെ അനുഭവങ്ങളും രുചികളും ഒക്കെ ആദ്യമായിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് തന്നെ ഒരു നേരം കോവിൽ എന്നായിരുന്നു, ഒരു സമയത്തിൻ്റെ കോവിൽ അല്ലേ, വേൾഡിൽ തന്നെ ഉള്ള ഒരേ ഒരു സമയത്തിൻ്റെ കോവിൽ. അത് കഴിഞ്ഞ് നമ്മൾ മലയാളത്താംപെട്ടി എന്ന മലയാള ഗ്രാമത്തിലേക്ക് പോയി. 2 മലയാളികൾ സ്ഥാപിച്ച മനോഹരമായിട്ടുള്ള ഗ്രാമത്തിൽ ഓണം ആഘോഷിച്ചു. അവർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു. ഇന്ന് നമ്മൾ നാണയം വെട്ടിയിടുന്ന ആചാരമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ വഴിപാടുള്ള ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ടോട്ടൽ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതുപോലെ നിങ്ങൾക്കും ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാണും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനി മധുരയുടെ ഒരു സെക്കൻഡ് സീരീസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം വെറൈറ്റി വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് ഈ വെറൈറ്റിയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. സോ അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.